അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാസറാക്ക പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് നാസറാക്ക പറയുന്നുണ്ട്, മദ്രസൻ്റെ മുറ്റത്തും പള്ളിയുടെ മുറ്റത്തൊക്കെ എന്തുണ്ട്, പഴയ കാലത്ത് വഴത് നടന്നിരുന്നു. ഇപ്പം അതിനൊന്നും പോകാറില്ല, അത് കേൾക്കാറുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലേലം വിളിച്ചോലോ, മുട്ടയാണെങ്കിലും കോഴിയാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, ലേലം വിളിച്ച് ആ പൈസ പള്ളിക്കാണോ മദ്രസനാണോ വെച്ചാൽ കൊടുക്കും. അപ്പോൾ അത് അയാൾക്ക് പറ്റിയില്ല, അതിരെ വെറുത്തു പോയി എന്നാണ് അയാൾ പറയണത് കേൾക്കും. വയലിൽ പറയുമ്പോൾ ഈ കോഴിമുട്ട ലേലം, കൈതച്ചക്ക ലേലം, കോയിനെ ലേലം ചെയ്യുക, വാഴക്കൊല ലേലം ചെയ്യുക, എന്നിട്ടൊരു പരിപാടിയൊക്കെയപ്പോൾ വെറുത്തുപോയി ഉള്ളത് പറയാലോ, വെറുത്തുപോയി, അറപ്പ് തോന്നി. അന്നാണ് നിർത്തിയതാ വില വയലിൽ കേൾക്കലും കുത്തുമ്പ കേൾക്കലൊക്കെ. പിന്നെ സോഷ്യൽ മീഡിയ സജീവമായി നമ്മളിത് എപ്പോഴും കാണുമ്പം ഇവിടെ മതപ്രബോധനമല്ല നടക്കുന്നത്. മതപ്രബോധനം കുറച്ചെന്നെങ്കിലും കണ്ടത് രണ്ടാളെ എനിക്കറിയാം. ഒന്ന് ബാലുശ്ശേരി, ഒന്ന് MM അക്ബർ. ഈ രണ്ടാൾക്കാരെ ഇവരെ മതപ്രഭാഷണം, പിന്നെ വേറൊരാൾ കൂടി എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇവരെ മതപ്രഭാഷണം കേൾക്കും. ഇപ്പോൾ കേട്ടില്ല ഞങ്ങൾ, ഇതാണ് വിഷയം. അന്ന് ഹക്കീം അസരി ഉസ്താദിന് ഒരു വീഡിയോ ചെയ്തു ഇയാൾ, അതിന് മറുപടി വന്ന വീഡിയോയിലുണ്ടായി എന്തെന്നോ, നമ്മളെ സുഹൃത്തൊരു വീഡിയോ ചെയ്തു. ആ ചെയ്തപ്പോൾ അതിന് മറുപടി ഇയാളൊരു വീഡിയോ ചെയ്തു. അതിൽ ഇയാൾ പറയുന്നുണ്ട് എന്ത്, ഞാൻ മുജാഹിദല്ല എന്ന്. ഇപ്പോൾ ഞങ്ങൾ എല്ലാതും വെളിച്ചത്ത് വന്നു, പക്ക മുജാഹിദാണേ. ബാലുശ്ശേരിൻ്റെയും MM അക്ബറിൻ്റെയും പരിപാടി അയാൾ കാണുന്നത്. എന്തിനാ പോയത്? ഇവിടെ പിരിവ് നടന്നു. എന്ത് പിരിവ്? ലേലം വിളി നടന്നു. മദ്രസിന് വേണ്ടിയിട്ടോ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ലേലം വിളി നടന്നതിൽ ഇയാളത് വെറുത്ത് പോയത് അവിടേക്ക്. അപ്പം നമുക്ക് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും? ബാലുശ്ശേരി പിരിച്ചതിനെ കാണിച്ചു കൊടുക്കണ്ടേ? അതൊന്നും ഒരു 1.5 പിരിവാണ് അതൊക്കെ. അപ്പോൾ നാസറാക്ക ഇതൊക്കെ ഒന്ന് കാണി. ഇതാ നിങ്ങൾ പറഞ്ഞ ബാലുശ്ശേരി. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാമിന് വലിയൊരു തുക ആവശ്യം. നിങ്ങൾക്കറിയാം, വിശാലമായ പന്തലുണ്ട്, അതുപോലെ ലൈറ്റ് സംവിധാനങ്ങളുണ്ട്, ഇതിനെല്ലാം ഉള്ള തുക. അതോടൊപ്പം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള സദഖകൾ. ഇവിടെ ഒരു ഹിഫ്ള് സെന്റർ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ആവശ്യത്തിലേക്കുള്ള ഫണ്ടുകൾ, അതൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളത് കൊടുക്കുക. സ്ത്രീകളോട് ഞാൻ പറയണം, ഒരു കുഞ്ഞു മോതിരം ഊരിയിട്ടാ മതി, അല്ലാഹു കൂലി തരും. ഇത് പടച്ചോനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ഖേദിക്കും ഒരു കാലത്ത് ഇതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. നാസറാക്ക കുഞ്ഞു മോതിരം വരെ ഇടാനാ പറയണത്. അള്ളാഹു കൂലി തരും. അല്ല, ഞങ്ങളെ അരിമീങ്ങൾ പിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അള്ളാൻ്റെ ഒന്നും കൂലിയിട്ടൂല. നിങ്ങളിപ്പോൾ എന്താ ഈ പറയണത്? നിങ്ങളെ ബാലുശ്ശേരിയാണ് ഈ പിരിച്ചത്. ഇനി ഇതല്ല, അടുത്ത പിരിവാണ് നിങ്ങൾക്ക്, അതൊരു 1.5 പിരിവാ. ബാലുശ്ശേരി തന്നെ. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. നാസറാക്ക, അതേ, ഞങ്ങളൊരു കോഴിയോ കോഴിമുട്ടേ അരി വാഴക്കൊലൊക്കെ ലേലം ചെയ്തിട്ട് അത് അള്ളാന്റെ പള്ളിക്ക് കൊടുക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്വർണ്ണമാല, മോതിരം, അരഞ്ഞാള്, ഇതൊക്കെ പാടെ കൊടുക്കണത് എന്തിന്? സ്വർണം വേണമോ സ്വർഗം വേണമോ? ഇജ്ജാതി ആത്മീയ തട്ടിപ്പാണ് അവിടെ നടക്കുന്നത്. ബാലുശ്ശേരിയാണ് സ്വർണ്ണ കച്ചവട, സ്വർണ്ണാണ് പിരിച്ചത്. ഇതിനെന്തേലും പറയണ്ട നിങ്ങൾക്ക്? ഈ ജാതി വീഡിയോ ഇട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കഴിയൂല. കാരണം നിങ്ങൾ മുജാഹിദിൻ്റെ ആലയത്തിലാ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മൗലവിമാർ പറ്റിച്ചു. ഇല്ലേ? ഇനിയുണ്ട്, ഇനി അടുത്താണ് ബാലുശ്ശേരി. ഏതാ സാധനം ഇനി അടുത്ത നിങ്ങൾ കേട്ടോക്കി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. നാസറാക്ക, 5 പവനൊന്നും വലുതല്ല. വലിയ സംഖ്യ തരാൻ കരുതിയവരുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സ് വാങ്ങി അയച്ചു തരാൻ. ബാലുശ്ശേരിക്കാണ്. നിങ്ങൾ മതപ്രബോധനം കേട്ട ആ ബാലുശ്ശേരി കേട്ടില്ല നിങ്ങൾ? ഇതാണ് മുജാഹിദിൻ്റെ അവസ്ഥ. ഇതൊന്നും നിങ്ങൾ കാണൂല. നിങ്ങൾ ട്രോളാൻ വേണ്ടിയിട്ട് സുന്നത്തി ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ വീഡിയോൻ്റെ ക്ലിപ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ ട്രോളുക. 5 പവനൊന്നും വലുതല്ല. വലിയ സംഖ്യ ഉണ്ടെങ്കിൽ ബാലുശ്ശേരിൻ്റെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കാനാണ് പറയുന്നത്.
ഇവിടെ ഒരു ലേലം വിളി കണ്ടിട്ടപ്പോൾ അങ്ങോട്ട് പോയത് മതപ്രബോധനം കേൾക്കാനായി. ഈ ജാതി പ്രബോധനമാണ്. മനസ്സിലായി ഞങ്ങൾക്ക്?